എന്തായടാ? എല്ലാം സെറ്റാണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അവൻ പൈസ തരും. ആണോ? പിന്നെ അല്ല. വീട്ടുകാർ എല്ലാ സാധനങ്ങളും ഇവന്നെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് നമുക്ക് സാധനങ്ങളൊന്നും എടുക്കണ്ടെന്നേ. അത് ശരിയാ, നമുക്കത് തന്നെ മതി. അവനെവിടെ പോയി? കാണാനില്ല. അവിടെ നിക്കണ്. അബിയേ, ഞാൻ വരാം. അവിടെ നടന്നു. എന്താണ് എല്ലാരും കൂടെ? പണിത്തിരക്കിലായിരുന്നു അല്ലേ? പാടത്ത് നിറച്ച് കളയായിരുന്നു. ഹായ് തുമ്പി. അബിയേ, ഇത്തവണയും സൊസൈറ്റിയിലെ ഓണത്തിന് നിന്റെ പച്ചക്കറി മാത്രമേ വിൽക്കുള്ളൂട്ടോ. അതിനിപ്പോ കഴിഞ്ഞ 5 വർഷമായിട്ട് ഓണത്തിന് വിഷു എന്റെ പച്ചക്കറിയാണ് തന്നത്. പിന്നെന്താ കുഴപ്പം? അതെ, അവയുടെ വിഷമയമല്ലാത്ത പച്ചക്കറിയാണല്ലോ നമ്മുടെ ഈ വാർഡിന്റെ ഐശ്വര്യം. അതന്നെ. അല്ല അബിയേ, ഇത്തവണ എന്തൊക്കെ വിഭവങ്ങള്? ഇത്തവണ ഇപ്പോ പാവയ്ക്ക, വെണ്ടയ്ക്ക, പയർ, പടവലം, മുളക്, മുരിങ്ങ, അങ്ങനെ അല്ലാണ്ട്. അപ്പൊ ക്യാരറ്റ് മാത്രം തമിഴ്നാട്ടിൽ നിന്ന് വരുത്താം. അതിന്റെ ആവശ്യമില്ല. ഇത്തവണ ക്യാരറ്റും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പൂവോ? മിടുക്കൻ. ഇത്തവണ ഓണത്തിന് വിഷമില്ലാത്ത സദ്യ കഴിക്കാം. അബിയെ, നിന്നെ പോലെ കൂടുതൽ ചെറുപ്പക്കാര് ഈ മേഖലയ്ക്ക് വന്ന കേരളം എന്നേ രക്ഷപ്പെട്ടു പോയനെ. സത്യം. അതിന് താല്പര്യം കൂടെ വേണ്ടേ? അബി, നീയാടാ ഈ നാടിന്റെ അഭിമാനം. മോള് കഴിച്ചോ? അവള് നേരത്തെ കഴിച്ചുറങ്ങി. ആണോ? കിട്ടോളൂ. നീ എന്താ ആലോചിക്കുന്നത്? ഓരോന്നും ആലോചിക്കുമ്പോ ടെൻഷൻ ആവാ. എന്നിട്ടിപ്പോ ഇത്ര ആലോചിക്കാൻ മാത്രമുള്ളത്? ഒരു നല്ല വീട്, മോള് വലുതായി വരിക, അവളുടെ പഠനം, അത് കഴിഞ്ഞാ ഇതായിരുന്നു എല്ലാം ഈ കൃഷിന്ന് തന്നെ കിട്ടുമോ? പിന്നെന്താ, കിട്ടും. നിങ്ങൾ ഡിഗ്രി പഠിച്ചതല്ലേ? നമ്മുടെ മെമ്പർ വിചാരിച്ച സഹകരണ ബാങ്കിൽ ഒരു ജോലി കിട്ടും. അത് നോക്കുന്നതല്ലേ നല്ലത്. ആഡംബരമില്ലെന്നല്ലേ ഉള്ളൂ. ഇതുവരെ നമ്മളൊരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടോ? എന്നാലും ഒരു വലിയ മഴ വന്നാൽ ഈ കൃഷിയൊക്കെ പോവില്ലേ? എന്ത് ഗ്യാരണ്ടി ഉള്ളത്? മണ്ണ് നമ്മളെ ചതിക്കില്ല. നമുക്കെല്ലാം ഈ മണ്ണ് തരും. പിന്നെന്താ? നിങ്ങൾ ആ മണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടക്ക്. മണ്ണ് എന്താ? എന്തായി, പുതിയ പരിപാടി കിട്ടിയാ? ഞാൻ കഴിഞ്ഞ ചെലത്ത് പച്ചക്കറിയുടെ പൈസ തരാൻ വന്നതാണ്. എങ്ങനെ പോകുന്നു കാറ്ററിംഗ് പരിപാടിയൊക്കെ? അബിയുടെ പച്ചക്കറി കിട്ടിയതിന് ശേഷം കാറ്ററിംഗ് ഒക്കെ നല്ല പച്ച പിടിച്ചു. ഞാൻ പിന്നെ രാസവളം അധികം ഒന്നും ചേർക്കണില്ലല്ലോ, അതിന്റെ ആവും. ഈ ഞായറാഴ്ച കുറച്ച് വേണ്ടി വരൂട്ടാ. ശരിയാക്കാം. മോനെ, എന്ത് വന്നാലും കൃഷി പരിപാടി നിർത്തരുത് ട്ടാ. അതൊരു പുണ്യ പ്രവൃത്തിയാ. ഈ കൃഷി നിർത്താന്ന് പറഞ്ഞാ അതിന്റെ ചങ്ക് പറിച്ചെടുക്കുന്ന മാതിരിയാ. രാജേഷോ, എന്താണ് ഈ വഴി? ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നെ കാണാനോ? എന്താ വിശേഷം? എടാ, അത് മാത്യു ജോൺ. പുള്ളി എറണാകുളത്ത് ഒരു ട്രാവൽ ഏജൻസി അടുത്താണ്. ഹലോ അബി. അപ്പടി ചെളിയ കൈമേ, നിങ്ങളുടെ കൈമേ ആക്കണ്ട. ഞാൻ അബിക്ക് ഒരു ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓഫറാ? അതെന്ത്? എടാ, ഞാനാ നിന്റെ പേര് പറഞ്ഞത്. യെസ്. അബി പാസ്പോർട്ട് എടുത്തിട്ടുണ്ടല്ലേ? അതൊരു 5 വർഷം മുമ്പ് ഗൾഫിൽ പോകാൻ വേണ്ടി എടുത്തത്. പിന്നെ കൃഷിയിൽ കിരിഞ്ഞു. കൃഷി കൊണ്ട് എന്ത് കിട്ടാനാ? ഞാനൊരു കാനഡ വിസ ശരിയാക്കി തരാം. ഒരു 3 വർഷം അവിടെ നിന്നാൽ 30 വർഷം കൃഷി ചെയ്ത് കിട്ടുന്നതിൻ്റെ ഇരട്ടി സമ്പാദിക്കാം. എന്ത് പറയുന്നു? അതിൻ്റെ ആവശ്യമില്ല. എടാ, നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്തിനാ ഇവിടെ എടുത്ത് ചാടി പറ്റില്ല എന്നൊക്കെ പറയണേ? നിനക്കാവുമ്പോൾ പിന്നെ പാസ്പോർട്ടൊക്കെ കയ്യിലുള്ളവരടാ. അതൊന്നും ശരിയാവില്ലടാ. അതെ, അർജന്റ് വേക്കൻസിയാണ്. അബിക്ക് ഉറപ്പായും കിട്ടും. മാത്രമല്ല, വിസ വന്നാൽ മാത്രം കാശ് കൊടുത്താൽ മതി. എന്നാലും എൻ്റെ കൃഷി. അബി, നീ ഒന്ന് ആലോചിക്ക്. ഇതാ എൻ്റെ വിസിറ്റിംഗ് കാർഡ്. ആലോചിച്ചിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എന്നെ വിളിക്ക്. ഓക്കെ, ശരി. ഇതിലെന്തത്ര ആലോചിക്കാൻ? നിങ്ങൾ പോയി വാ. എടി, മൊത്തം 5-10 ലക്ഷം രൂപ വേണ്ടി വരും. അത് അവിടെ ചെന്ന് ഒരു 6 മാസം കൊണ്ട് കിട്ടൂലോ. പിന്നെ എന്താ? പക്ഷെ കാശ് വിസ വന്ന എങ്ങനെ കൊടുക്കാനാ? എന്റെ സ്വർണം കൊടുക്കാം. പിന്നെ ഈ വീടും പറമ്പൊക്കെ പണയം വെച്ച് ലോൺ എടുക്കാലോ. പറമ്പ് പണയം വെക്കേ? അതിനെന്താ, 3-4 വർഷം കഴിഞ്ഞ് ഇതിന്റെ ഇരട്ടി വാങ്ങാലോ. അപ്പോ പോവാൻ തീരുമാനിച്ചു അല്ലേ? പോയല്ലേ പറ്റൂ. കുറച്ച് കാശുണ്ടാക്കണം. ഞങ്ങള് നാട്ടുകാർക്ക് തീരാ നഷ്ടം തന്നെ.
നല്ല ആഹാരം കിട്ടിക്കൊണ്ടിരുന്നതാ, അതില്ലാതായി. ഞാനല്ലേ പോകുന്നുള്ളൂ. എൻ്റെ മണ്ണ് ഇവിടെ ഉണ്ട്. അതിൽ കൃഷി ഇറക്കാൻ വേറെ കൃഷിക്കാർ വരും, വേറെ കൃഷി വരും. 2 തരം കർഷകരുണ്ട്. 1 മണ്ണിനെ സ്തുതിച്ച് മണ്ണിലിറങ്ങുന്നവനും, 2 മണ്ണിനെ ശപിച്ച് മണ്ണിലിറങ്ങുന്നവനും. മണ്ണിനെ സ്തുതിച്ചിറങ്ങുന്നവനെ മണ്ണ് കൈവിടില്ല. അവന്റെ വിളകൾക്കും ആ ഗുണമേന്മ കാണും. നീ പോയ 2ാമത്തെ തരേ കാണൂ. നമ്മുടെ നഷ്ടം. അബി, നിന്റെ വിസ 3 മാസത്തിൽ റെഡിയാവും. ക്യാഷ് റെഡിയാക്കി വെച്ചോളൂ. ക്യാഷ് റെഡിയാണ്. ആണോ? എങ്കിൽ ഈ മാസത്തെ ഗ്രൂപ്പിൽ നോക്കാമായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, അത് പണം മുൻകൂർ കൊടുക്കണം. അതിനെന്താ, അവൻ എങ്ങനെയെങ്കിലും ഈ ബാച്ചിൽ കയറ്റി വിട്. അവൻ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഏയ്, അത് വേണ്ട. നമ്മൾ പറഞ്ഞ വാക്ക് വിസ കിട്ടിയാൽ പണം തന്നാൽ മതി എന്നല്ലേ. അപ്പോൾ ഈ ബാച്ച് വേണ്ടെന്നേ. ഓ, അതിനെന്താ, കാശ് റെഡിയാണല്ലോ. ഏയ്, എന്നാലും പൈസ മുൻകൂർ വാങ്ങുന്നത് ശരിയല്ല. വിസ 3 മാസം കഴിയുമ്പോൾ വരും, അപ്പോൾ പൈസ മതി. അവൻ എങ്ങനെയെങ്കിലും ബാച്ചിൽ കയറ്റി വിടാൻ നോക്ക്. അവൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, കയ്യിലിരുന്നാൽ ചിലവായി പോകും. അതെ, ക്യാഷ് റെഡിയാണ്. പിന്നെന്താ കുഴപ്പം? ഞാനും റെഡിയാന്നേ. ഹാ, എങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഈ ക്യാഷ് എത്ര ഇപ്പോൾ കൊടുക്കേണ്ടത്? ഇപ്പോൾ 8 ലക്ഷം, ബാക്കി ഫ്ലൈറ്റിൽ കയറുമ്പോൾ. ഞാനന്ന് വൈകിട്ട് പണം എത്തിക്കാം. ഹാ, ഓക്കെ. ഓ, വൈകിട്ട് പാടത്തേക്ക് വന്നാൽ മതി, ഞാനവിടെ ഉണ്ടാവും. അബി. ആ, എത്തിയാ? ഞാൻ അങ്ങോട്ട് വരാം. സാറ് ചെളിയിലേക്ക് ഇറങ്ങണ്ട. ഓക്കെ ഓക്കെ. നല്ല വെയിലാണല്ലോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ക്യാഷ് റെഡി അല്ലേ? ആ, ക്യാഷ് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു. ഇതാ പറഞ്ഞ കാശ്. ആ, ഇത് 8 ലക്ഷം ഉണ്ടല്ലോ അല്ലേ? 8 ലക്ഷം ഉണ്ട്. ഓക്കെ, ബാക്കി അടുത്ത ആഴ്ച. അതെ, ബാക്കി അടുത്ത ആഴ്ച എത്തിക്കാം. കാനഡയ്ക്കുള്ള കുപ്പായം എനിക്കോ? അപ്പൊ ശരി. ആയിക്കോട്ടെ സാറേ. എന്തിയേ? എൻ്റെ പാടം പണയപ്പെടുത്തിയെടുത്ത കാശ, പാടും പറമ്പും ചതിക്കരുത്. മറ്റാരേക്കാളും അബിക്കിനെ വിശ്വസിക്കാം 100%. ഓക്കെ ഓക്കെ. അച്ഛൻ കാനഡയിൽ പോവാണല്ലേ? അതിനെന്താ, അച്ഛൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരില്ലേ? കാനഡയിൽ പോയവരാരും തിരിച്ചു വരില്ല. ഫാമിലി അവിടെ കൊണ്ടുപോയി സ്ഥിരതാമസമാക്കും. വാ, പക്ഷെ ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ആ, ഹലോ, കാനഡയ്ക്കുള്ള വിസ റെഡിയാണ്. ക്യാഷ് റെഡി അല്ലേ? ക്യാഷ് റെഡിയാണ്. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇവന് വേറെ പണിയില്ലേ? ഹലോ ഹലോ സാറേ, ഞാൻ അബിയാണ്. കാനഡയ്ക്കുള്ള വിസയുടെ പൈസ അടച്ചിട്ടുണ്ടല്ലോ. കാനഡയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കാണ്. വിസ 2 മാസം എടുക്കും. ഞങ്ങൾ വിളിക്കാം. ശരി ശരി. അല്ല സാറേ, അപ്പോൾ പെട്ടെന്ന് റെഡിയാവെന്ന് പറഞ്ഞിട്ട് ഓരോരോ കുരിശുകള്. ഇനി അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് തരണം. അച്ഛനിവിടെ ഇല്ലാന്ന് പറയണട്ടാ. എന്ത് വന്നാലും അച്ഛൻ്റെ മോള് ജീവിതത്തിൽ ഒരിക്കലും നുണ പറയരുത്. അച്ഛനെന്തേ? അച്ഛനിവിടെ ചേട്ടാ, ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കാശ് ഞാൻ തരാം. എനിക്ക് ഒരാഴ്ചത്തെ സമയം താ പ്ലീസ്. 4 ആഴ്ചയായി തവണ മുടങ്ങിയിട്ട്, അറിയോ? അറിയാം, എല്ലാം ശരിയാവും. ഞാൻ അങ്ങോട്ട് എത്തിക്കാം പ്ലീസ്. തന്നാ മതി. എടങ്ങേറ്. മോളെ, നമ്മൾ കടത്തിൽ വീണാകാൻ ഒടിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഒക്കെ ശരിയാവും.
അയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. മാസം 6 ബിസി ഇല്ല, കാശും ഇല്ല. ദേ ഫോൺ അടിക്കണ്ടല്ലോ. അതാ ബാങ്ക് മാനേജർ വിളിക്കുന്നതാ. ലോൺ അടയ്ക്കാണ്ട് എടുക്കണ്ട. ആ കാശ് തിരിച്ചടയ്ക്കണ്ടേ? എവിടെ നടക്കാനാ? വിത്തിറക്കാൻ പോലും കാശില്ല. ഉണ്ടായത് മുഴുവൻ അയാൾക്ക് വിസയ്ക്ക് വേണ്ടി കൊടുത്തില്ലേ. മനവളപ്പിൽ അഭിലാഷ്. ഞാനാണ്. എന്താ സാറേ? ജപ്തി നോട്ടീസാണ് ബാങ്കിൽ നിന്ന്. 6 മാസമായി ലോൺ എടുത്തിട്ട് ഇതുവരെ ബാങ്കിലേക്ക് പലിശ മുതലോ ഒന്നും അങ്ങോട്ട് തിരിച്ചടച്ചിട്ടില്ല. സാറേ, വിസ വന്നാൽ ഞാൻ 6 മാസത്തിനുള്ളിൽ മുഴുവൻ പൈസയും തരാം. ഇനി അത് പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ഇനി അയാൾ വരില്ല. സാറേ, ജപ്തി ചെയ്ത് എനിക്ക് വേറെ വീടില്ല. അതൊന്നും ബാങ്കിന് അറിയേണ്ട കാര്യമില്ല. 3-ാം തീയതി വൈകുന്നേരം വരെ സമയമുണ്ട്. അതിനുള്ളിൽ 9 ലക്ഷം പലിശയും തിരിച്ചടച്ച സ്ഥലവും വീടും ജപ്തി ചെയ്യില്ല. ഞാനിത് എങ്ങനെ അടയ്ക്കാം? അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കി കൊണ്ട് അടയ്ക്കാൻ നോക്ക്. നാളെ രാത്രിയോടെ നമുക്ക് ഈ വീടും പറമ്പും സ്വന്തം. എല്ലാം എൻ്റെ അത്യാഗ്രഹം കാരണ. എത്ര സമാധാനത്തോടെ കഴിഞ്ഞവരാ നമ്മള്. വെറുതെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്ര നാളെ നാടിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. ഇന്നൊരു പ്രശ്നം വന്നപ്പോൾ ആരുമില്ല, ഞാൻ തനിച്ച്. സാരല്ല, നമുക്ക് നമ്മൾ മതി. അബിയേ, ആ എന്താണ്? അബിയേ, എന്തെടുക്കാ? ഓ എന്ത് അബി, നീ ഞങ്ങൾക്ക് വേണ്ടി മണ്ണിൽ അധ്വാനിച്ച് നല്ല ആഹാരം ഒരുക്കി തന്നു. നിന്നെ സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. അബിയെ, ഞങ്ങളുണ്ട് കൂടെ. തോമസേട്ടാ, ആ ബാഗ് എടുത്തേ. ഇതിൽ 15 ലക്ഷമുണ്ട്. ബാങ്കിലെ കടം തീർത്ത് സമാധാനമായിട്ട് കൃഷി ഇറക്കും. ഈ പണം? ഇത് നിന്നെ പറ്റിച്ച ആളുടെ പണം തന്നെയാണ്. അവനെ ഞങ്ങളങ്ങ് പൊക്കി. പൊക്കിയോ? അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ. പറമൊത്തേ, എനിക്കൊന്ന് കാണണല്ലോ. അതെ, എനിക്ക് കാണണം. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പറ, എവിടേക്ക് വരണ്ടേ? അങ്ങനെയല്ല, പിന്നെ എങ്ങനെ? നേക്കഡായിട്ട്. അത് വേണോ? ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ? വേണ്ട, വീഡിയോ എടുത്ത് അയച്ചു തന്നാ മതി. കൊച്ചി കള്ളി. ചതിക്കരുത്, ഇത് ആരെയും കാണിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എങ്കിലും ഒരു 15 ലക്ഷം താ. നീ കുറെ ആളുകളെ പറ്റിച്ചിട്ടില്ലേ, അതിലൊരാൾക്ക് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ താ, ഞാൻ പൈസ അയച്ചുതരാം. അത് വേണ്ട, ഞാൻ പറഞ്ഞ സ്ഥലത്ത് ക്യാഷ് എത്തണം. ഇല്ലെങ്കിൽ നിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലെത്തും. തീർച്ചയായും ഞാൻ എത്തിക്കാം. അത് ഡിലീറ്റ് ചെയ്യണേ. ഇല്ല, ഇനി വിസയുടെ പേരും പറഞ്ഞ് നീ ആരെങ്കിലും പറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ ക്ലിപ്പ് വൈറലാവും, നീ എയറിലാകുകയും ചെയ്യും. ശരി. ഓ ദൈവമേ, പറ്റിച്ചുണ്ടാക്കിയതൊക്കെ പോയി. എന്തായടാ? എല്ലാം സെറ്റാണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അവൻ പൈസ തരും. ആണോ? പിന്നെ അല്ല. മിടുക്കൻ. എൻ്റെ മോൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണല്ലോ. അവൻ്റെ കൂടെ ചേർന്ന് മറ്റവനെ ഞങ്ങളങ്ങ് പൂട്ടി. പണി തന്നവനിട്ട് തിരിച്ചൊരു പണി. അബി, നാളെ രാവിലെ തന്നെ ബാങ്കിൽ പൈസ അടക്കണം കേട്ടോ. ഞാൻ കരുതി ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ തനിച്ചാന്ന്. പക്ഷെ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നല്ലോ. എനിക്ക് ബാങ്കിലടയ്ക്കാനുള്ള പണം മാത്രം മതി. ബാക്കി തുക എനിക്ക് അർഹതപ്പെട്ടതല്ല. എന്നാ പിന്നെ ബാക്കിയുള്ള തുക ഈ നാട്ടിലെ കർഷകരെ സഹായിക്കാൻ എടുക്കാം. നല്ല തീരുമാനം. അതെ, അതാണ് ശരി. നാട്ടുകാർക്ക് അന്നം തരുന്നവനാണ് കർഷകൻ, അന്നദാതാവ്, യഥാർത്ഥ ദൈവം. പാടം പൂക്കുന്ന നേരങ്ങളിൽ ചിലമ്പായി പൊഴിയുന്ന നാദങ്ങളും ഒരു തരി ജീവന്റെ തുടിപ്പായി നീ എന്നിൽ നിറയും സന്തോഷ പൊൻതിളക്കം.
എന്നുടെ പാടവരമ്പിൽ നീയൊഴുകിയപ്പോൾ എന്നുള്ളം നിറയുന്നു പൊന്നോർമ്മകൾ. നിറയെ തിരി നീട്ടുന്നെൻ മണികണ്ഠൻ്റെ ഉള്ളിലെ നന്മകൾ കുളിരണിഞ്ഞു. പാടം പൂക്കുന്ന നേരങ്ങളിൽ